ഈ വാർത്താ ദിനത്തിലെ 10 പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വരുന്ന ആ പ്രധാന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. CPIയുടെ വിയോജിപ്പ് പാടെ അവഗണിച്ച് PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി കേരളം. ധാരണാപത്രത്തിൽ വിദ്യാഭ്യാസ സെക്രട്ടറി ഒപ്പുവെച്ചു. മന്ത്രിസഭയിലും ഇടതുമുന്നണിയിലും CPI വലിയ എതിർപ്പ് ഈ വിഷയത്തിൽ ഉയർത്തിയിരുന്നു. മുന്നണി മര്യാദയുടെ ലംഘനമെന്ന രൂക്ഷ പ്രതികരണവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തി. നാളെ അടിയന്തര സെക്രട്ടേറിയറ്റ് വിളിച്ച തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യും. ആർ ശ്രീജിത്തും MG പ്രതീഷും വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത്, എന്താണ് CPIയുടെ പ്രതികരണം? ബിനോയ് വിശ്വം കടുത്ത നിലപാട് സ്വീകരിക്കുന്നുണ്ടല്ലോ. മുന്നണി മര്യാദയുടെ ലംഘനം. അടിയന്തര സെക്രട്ടേറിയറ്റ് ചേരുന്നു. നാളെ അതിനുശേഷം മാധ്യമങ്ങളെ കാണാൻ പോകുന്നു. CPIയുടെ അടുത്ത നീക്കം എന്താണ്? നമുക്ക് അതിൽ തുടങ്ങാം. വിജയകുമാർ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അഥവാ NEP ഒളിച്ചു കടത്താനുള്ള പദ്ധതിയാണ് PMC പദ്ധതി എന്ന CPIയുടെ വിമർശനം പാടെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ CPIM നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ വകുപ്പ് PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഏകപക്ഷീയമായ ഒരു നീക്കത്തിലൂടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് മുന്നണി മര്യാദയുടെ ലംഘനമാണെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് മുന്നണി മര്യാദ ലംഘിച്ചുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പും CPIM ഏകപക്ഷീയമായി ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഒരു തരത്തിലും നീതീകരിക്കാനാവാത്ത നടപടിയാണ്. മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനത്തോട് CPIക്ക് യോജിപ്പില്ല. അനന്തര നടപടികൾ ആലോചിക്കാൻ CPIയുടെ അടിയന്തര സെക്രട്ടറി യോഗം വിളിച്ചു. നാളെ ഉച്ചയ്ക്ക് 12:30 ഓൺലൈനായി CPI സംസ്ഥാന സെക്രട്ടറി ചേരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണാനും തീരുമാനമുണ്ട്. എന്തായാലും CPIക്ക് വലിയ തോതിൽ ഒരു ക്ഷതമേറ്റ വികാരമാണ് ഇപ്പോൾ നേതൃത്വത്തിനുള്ളത്. കാരണം വളരെ കർശനമായ നിലപാടും എതിർപ്പ് ഉയർത്തി നിൽക്കുമ്പോൾ ആ എതിർപ്പുകളെ പാടെ അവഗണിച്ചുകൊണ്ട് CPIയുടെ നിലപാടിനെ നിന്ദിച്ചുകൊണ്ട് CPIM ഏകപക്ഷീയമായ നീക്കത്തിലൂടെ ഈ PMC പദ്ധതിയിൽ ഒപ്പിട്ടിരിക്കുന്നു. CPIക്ക് തലയുയർത്തി നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള ആഘാതമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയുടെ അഭിമാനത്തിനെതിരെ ക്ഷതമെന്ന നിലയ്ക്കാണ് കാര്യങ്ങളെ കാണുന്നത്. ഇത്തരത്തിലൊരു വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര സെക്രട്ടറി വിളിച്ചു. എന്തായാലും CPIയുടെ ഈ നിലപാട്, നേരത്തെ ബ്രൂവറി വിഷയത്തിൽ CPIM വിധിച്ച കെണിയിൽ വീഴുകയാണെങ്കിൽ ഇപ്പോൾ CPIയുടെ നിലപാടുകളെ പാടെ തള്ളിക്കൊണ്ട് CPI എളിപ്പിലാക്കി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. ശ്രീത്ത്, ഇപ്പോൾ ഇതിൽ സർക്കാർ നടപടി വഞ്ചനാപരമെന്ന് ASF പറയുന്നു. ഇത് ശരിയെങ്കിൽ കടുത്ത പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന് AYF പറയുന്നു. അങ്ങനെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ CPI ആഭിമുഖ്യം പുലർത്തുന്ന അല്ലെങ്കിൽ CPIയുടെ വർഗ ബഹുജന സംഘടനകളിൽ ഒരു വിഭാഗം ഇതിനോടകം തന്നെ പരസ്യ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. പരസ്യ പ്രതിഷേധത്തിന് അവർ ഒരുങ്ങുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഇതൊക്കെ മുന്നിൽ കാണാതെ ആയിരിക്കില്ലല്ലോ CPM ഇപ്പോൾ ഈ പദ്ധതിയുമായി അല്ലെങ്കിൽ സർക്കാർ ഈ PMC പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തത്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അനുരഞ്ജനത്തിന്റെ സമവായത്തിന്റെ സാധ്യത CPM തുറന്നു വെക്കുന്നുണ്ടോ? ആ നിലയിൽ ഒരു രാഷ്ട്രീയ ഇടപെടൽ അതിന്റെ സാധ്യതയുണ്ടോ, മുന്നിൽ കാണുന്നുണ്ടോ? വിജയകുമാർ, PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി U വാസുകി ഒപ്പുവെച്ചതോടെ ഇനി സമവായം എന്നുള്ള വാക്കിന് യാതൊരു തരത്തിലുള്ള അർത്ഥവുമില്ല. മറിച്ച് CPIയെ ഈ തീരുമാനത്തോട് അടുപ്പിക്കുക, അനുനയിപ്പിക്കുക എന്നത് മാത്രമാണ് കരണീയമായ മാർഗം. അതിന് CPIM കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ആഗതമായിരിക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPIക്ക് അവരവരുടെ വാർഡുകളിലും മറ്റ് സ്ഥലങ്ങളിലും ജയിച്ചു വരണമെങ്കിൽ CPIMന്റെ നിർലോഭമായ പിന്തുണ വേണം. ഇടതുമുന്നണിയെ നയിക്കുന്ന പ്രധാന പാർട്ടി എന്ന നിലയിൽ CPIയുമായി രാഷ്ട്രീയമായി ഇടഞ്ഞ് മുന്നോട്ട് പോവുക സാധ്യമല്ല. അത്തരമൊരു വളരെ സന്ദിഗ്ധമായ ഘട്ടം ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാരണത്തിൽ CPIയെ അനുനയിപ്പിക്കാൻ കഴിയും, CPIയുടെ എതിർപ്പ് ശമിപ്പിക്കാൻ കഴിയുമെന്ന് CPIM കരുതുന്നു. മാത്രമല്ല, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുമായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് തീരുമാനമെടുക്കാം. ആ തീരുമാനത്തിന് ഒരുപക്ഷെ മുന്നണി യോഗത്തിലോ മറ്റും വരേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്നും CPIM കാണുന്നുണ്ട്. കൃഷി വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും സമാനമായ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പേരിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചത് ഏതെങ്കിലും തരത്തിലുള്ള മുന്നണിയിലെ ചർച്ചകളിലോ മന്ത്രിസഭയിലെ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണോ CPIM ചോദിക്കുന്നുണ്ട്. സമവായത്തിന്റെ ആ ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ആ ഘട്ടങ്ങളെല്ലാം CPI ഈ പദ്ധതിയോട് മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു, എതിർത്ത് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ഇനി സമവായത്തിന്റെ മാർഗമില്ല. ആ CPIയുടെ എതിർപ്പ് അവഗണിച്ച് മുന്നോട്ട് പോവുക എന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. അതിനൊരു ഉത്തമ ദൃഷ്ടാന്തമായി ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിലെ ചർച്ചകൾ മാറുകയാണ്. മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ ആശങ്ക അറിയിച്ചപ്പോൾ മുഖ്യമന്ത്രിയും CPM മന്ത്രിമാരും പൂർണ്ണമായും മൗനത്തിലായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ CPI എതിർപ്പ് മന്ത്രിസഭാ യോഗത്തിൽ ഉയർത്തുമ്പോൾ അതിന് സമാന്തരമായി ഈ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാനുള്ള നീക്കവുമായി CPM മുന്നോട്ട് പോകുകയായിരുന്നു എന്ന് വേണം കരുതാൻ. യെസ്, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. CPI ഏതറ്റം വരെ പോകും, അതിനെ
എങ്ങനെ CPM നേരിടും, പ്രതിരോധിക്കും? ഈ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ബാക്കിയാണ്. നാളെ അതിന് രാഷ്ട്രീയ മറുപടി ലഭിച്ചേക്കും. MG പ്രതീഷ് വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രതീഷ്, മന്ത്രിസഭാ യോഗത്തിൽ, ഇടതുമുന്നണി യോഗത്തിൽ ഒക്കെ CPI ഉയർത്തിയ വിയോജിപ്പുകൾ പാടെ അവഗണിച്ച്, അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് PM ശ്രീ പദ്ധതിയിൽ ഇന്ന് ഒപ്പുവച്ചിരിക്കുന്നു. CPIയുടെ നേതൃയോഗമൊക്കെ തിരുവനന്തപുരത്ത് ചേരുമ്പോഴാണ് ഈ വാർത്ത ഒരുപക്ഷെ ഇടുത്തി പോലെ ആ പാർട്ടിക്ക് മേൽ വന്ന് പതിച്ചത്. എന്താണ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ, വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? CPM നേതാക്കൾ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ടോ? CPI എന്ത് ചെയ്യും എന്ന് നോക്കി മാത്രം തുടർ നീക്കങ്ങൾ എന്നതായിരിക്കും സർക്കാർ അല്ലെങ്കിൽ CPM സമീപനം, അല്ലേ? വിജയകുമാർ, തീർച്ചയായും 2022 മുതൽ PM ശ്രീ പദ്ധതിയെ എതിർത്ത സംസ്ഥാനമായിരുന്നു കേരളം. ആ എതിർപ്പിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിന്നത് CPI ആയിരുന്നു. തുടക്കം മുതൽ തന്നെ PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കേണ്ട എന്നുള്ള നിലപാടായിരുന്നു CPI സ്വീകരിച്ചിരുന്നത്. ഒപ്പം ഇന്ന് അത് നടപ്പാക്കാൻ പോകുന്നു എന്നുള്ള ഒരു സമയം വന്നപ്പോൾ മന്ത്രിസഭാ യോഗത്തിലും ഇടതുമുന്നണിയിലും ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. പക്ഷേ അറിയിച്ച ആ ഘട്ടത്തിൽ, അല്ലെങ്കിൽ അത് അറിയിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ വിദ്യാഭ്യാസ സെക്രട്ടറി വാസുകി ഒപ്പുവയ്ക്കുന്നത്. അത് CPIയെ സംബന്ധിച്ച വലിയ ഒരു CPI ഇതുവരെ മുന്നോട്ട് വെച്ച ഇതിൽ നിന്നൊക്കെ തന്നെ CPIക്ക് ഉണ്ടാകുന്ന വലിയ തിരിച്ചടിയാണ്. മുന്നണി മര്യാദകൾ ലംഘിച്ചു എന്ന് ബിനോയ് വിശ്വം തന്നെ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇനി മുന്നണിക്കുള്ളിൽ CPIഎമ്മും CPIയും ഏത് തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ മറ്റ് പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുമോ എന്നതാണ് പ്രധാനമായും ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഈ വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി കൂടുതൽ പ്രതികരണത്തിന് ഇതുവരെയും തയ്യാറായിട്ടില്ല. നാളെ വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിക്കുമെന്നതാണ് പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടക്കം മുതൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് വെറുതെ കേന്ദ്ര ഫണ്ട് കളയേണ്ട എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഒപ്പം 1500 കോടിയോളം ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടുകൂടി തന്നെ കേന്ദ്ര ഫണ്ടായി തന്നെ സംസ്ഥാനത്തിന് ലഭിക്കും. അതുകൊണ്ട് തന്നെ അത് വേറെ ഏതെങ്കിലും തരത്തിൽ ആ ഫണ്ട് നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നുണ്ട്. ഒപ്പം ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഏതെങ്കിലും തെറ്റായ അജണ്ടകൾ ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ നടപ്പാക്കില്ല എന്നുള്ള ഒരു ഉറപ്പാണ് വിദ്യാഭ്യാസ മന്ത്രി നൽകുന്നത്. പക്ഷേ അപ്പോഴും ഈ PM ശ്രീ പദ്ധതിയുടെ പ്രധാനപ്പെട്ട നിബന്ധനകളിൽ ആദ്യമായി തന്നെ പറയുന്നത് ഈ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നടപ്പിലാക്കണമെന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തെറ്റായ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് നടപ്പിലാക്കില്ല എന്നുള്ള ഒരു തീരുമാനം സംസ്ഥാന സർക്കാരിന് ഏകപക്ഷീയമായി കൈക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ, എന്തായാലും നാളത്തെ പകൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ വിഷയത്തിൽ എന്താണ് CPI എടുക്കാൻ പോകുന്ന സമീപനം എന്നതാണ് വളരെ നിർണായകം. നാളെ പാർട്ടി നേതൃയോഗത്തിന് ശേഷം ഒരു ഓൺലൈൻ യോഗം വിളിച്ചിട്ടുണ്ട് 12:30. അതിനുശേഷം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എന്താണ് മുന്നണി മര്യാദയുടെ ലംഘനം എന്നൊക്കെ ബിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ട്. ആ നിലയിൽ കടുത്ത പരാമർശങ്ങളൊക്കെ ഉണ്ടാകുമോ, എന്തെങ്കിലും തുടർ നടപടികൾ എടുക്കുമോ എന്നതൊക്കെ നാളെ അറിയാം. വിദ്യാഭ്യാസ മന്ത്രി ഒരുപക്ഷെ നാളെ മാധ്യമങ്ങളെ കണ്ടേക്കും. അപ്പോൾ നാളെ രാവിലെ മുതൽ ഈ വിഷയത്തിലെ തുടർ പ്രതികരണങ്ങൾ, തുടർ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ ഉണ്ടാകും. കോൺഗ്രസിൽ പോലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായ വിഷയമാണിത്. പണം വാങ്ങുന്നതിൽ തെറ്റില്ല എന്ന നിലപാട് VD സതീശൻ സ്വീകരിച്ചു. ഇത് RSS അല്ലെങ്കിൽ CPM BJP ഡീലാണ് എന്ന് KC വേണുഗോപാൽ പറഞ്ഞു. നമ്മൾ KC വേണുഗോപാലിനെ ഇന്ന് വൈകുന്നേരം ഈ വാർത്ത വന്ന ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടാൻ ശ്രമിച്ചു, പക്ഷേ കണക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ നാളെ ആ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകും. നാളത്തെ വാർത്താ പകൽ ഒരു പക്ഷേ ഈ വിഷയത്തിൽ കൂടുതൽ കേന്ദ്രീകരിക്കാൻ തന്നെയാണ് സാധ്യത. എന്താണ് PM ശ്രീ പദ്ധതി എന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയിൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ദേശീയ വിദ്യാഭ്യാസ നയവുമായി ചേർന്ന് കിടക്കുന്ന ഒന്നാണ് ഈ PM ശ്രീയും. അതിൽ 2020 ഇതിൽ കാതലായ മാറ്റങ്ങൾ സർക്കാർ കൊണ്ടുവന്നത്. ആ മാറ്റങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യുകയും വിവാദമാവുകയും ഒക്കെ ചെയ്തത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം ഇന്ത്യയിലെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുൻതൂക്കം നൽകുന്ന പദ്ധതി എന്ന നിലയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ അത് വിഭാവനം ചെയ്യുകയും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇതിനോടകം അത് നടപ്പാക്കി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. പദ്ധതിയുടെ ഭാഗമായാൽ സ്കൂളുകളെ PM ശ്രീ എന്ന് ചേർത്ത് വിളിക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെ ചേർത്ത് വിളിക്കുന്നതിനൊപ്പം തന്നെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉൾപ്പെടെ വലിയ തോതിലുള്ള സാമ്പത്തിക സഹായം ഉണ്ടാകുമെന്നതാണ് ഈ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാഗ്ദാനം. അതാണ് PM ശ്രീ ചേർത്ത് വിളിക്കുന്നതിനെ കേരളം 2022 മുതൽ തന്നെ, ഈ പദ്ധതിയുടെ തുടക്കം മുതൽ തന്നെ എതിർത്തു വരികയാണ്. കേരളം തന്നെയല്ല BJP ഇതര സംസ്ഥാനങ്ങൾ ആ എതിർപ്പിൻ്റെ മുന്നിലുണ്ടായിരുന്നു. അതിൽ ഇപ്പോഴാ കേരളം അതിൽ നിന്ന് പിന്മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം.
പശ്ചിമ ബംഗാൾ, തമിഴ്നാടൊക്കെ ഇതേ നിലപാട്, കേരളം മുൻകാലങ്ങളിലെടുത്ത അതേ നിലപാടാണ് ഈ PM ശ്രീ എന്ന് ചേർത്ത് സ്കൂളുകളെ വിളിക്കുന്നതിനെയൊക്കെ, അങ്ങനെ കാതലായ പ്രശ്നങ്ങളെയൊക്കെ എതിർത്തത് ബംഗാളും തമിഴ്നാടും കേരളവും ഒക്കെയായിരുന്നു. ഡൽഹി, പഞ്ചാബ് സംസ്ഥാനങ്ങൾ പദ്ധതി വേണ്ട എന്ന നിലപാട് ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നു. പക്ഷേ ഡൽഹിയിൽ സർക്കാർ മാറുന്നു, അവർ ആ പദ്ധതിയുടെ ഭാഗമാകാൻ പോകുന്നു. പശ്ചിമ ബംഗാളും തമിഴ്നാടും സുപ്രീം കോടതിയെ ഈ വിഷയത്തിൽ സമീപിക്കുന്ന നിയമ നടപടിയിലേക്ക് പോയ ഘട്ടങ്ങൾ പോലും എത്തിയിരുന്നു. കാവ്യവൽക്കരണമാണ് ഈ പദ്ധതിക്ക് പിന്നിൽ എന്നതാണ് ഇടത് സംഘടനകളുടെ ഒരു പൊതു നിലപാട്. അതായത് വിദ്യാഭ്യാസത്തിലെ കാവ്യവൽക്കരണം ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി കൊണ്ടുവരുന്നു. അതിൻ്റെ ഉപോൽപ്പന്നമാണ് PM ശ്രീ എന്നതാണ് ഇടത് പാർട്ടികളുടെ പരമ്പരാഗത നിലപാട്. അതിൽ CPM പിന്നോട്ട് പോയിട്ടുണ്ടോ എന്ന് ആ പാർട്ടി വിശദീകരിക്കണം എന്നതാണ് CPI നേതാക്കളൊക്കെ അടക്കം പറയുന്നത്. ഒരു പക്ഷേ നാളെ അത് പരസ്യമായി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടേക്കാം. രാജ്യത്തെ 14,500 സർക്കാർ സ്കൂളുകളെ മാതൃകാ സ്ഥാപനങ്ങളായി ഉയർത്തും എന്നാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു വാഗ്ദാനം. 27,000 കോടി രൂപയാണ് പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. ആ 27,000 കോടിയാണ് സംസ്ഥാനങ്ങൾക്ക് വീതിച്ച് നൽകാൻ പോകുന്നത്. കേരളത്തിന് ഈ വകയിൽ കിട്ടാനുള്ളത് 1,500 കോടി രൂപയാണ്. നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് നമ്മൾ എന്തിനാണ് ഈ 1,500 കോടി രൂപ വെറുതെ കളയുന്നത് എന്നാണ്. ആ ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ ചർച്ചയ്ക്ക് വീണ്ടും വിദ്യാഭ്യാസ മന്ത്രി തുടക്കം ഇടുകയും ചെയ്തത്. കേടുപാടുകളില്ലാത്ത കെട്ടിടം, അതുപോലെ തന്നെ മികച്ച സ്കൂളുകൾ, അടിസ്ഥാന സൗകര്യ വികസനമൊക്കെയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തുകൊണ്ട് കേരളം അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന ചോദ്യമാണ് വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുന്നത്. പക്ഷേ അതൊക്കെ കിട്ടുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമാകും, അതിനെ നമ്മൾ അംഗീകരിക്കാൻ പാടില്ല, അത് RSS വൽക്കരണമാണ് എന്ന വാദമുയർത്തിയാണ് CPI പ്രതിരോധിക്കുന്നത്. അങ്ങനെ ആശയപരമായി ഈ വിഷയത്തിൽ CPM-ഉം CPI-യും ഏറ്റുമുട്ടുന്ന പശ്ചാത്തലത്തിൽ PM ശ്രീയിൽ കേരളം ഒപ്പുവെച്ചിരിക്കുന്നു. എന്തായിരിക്കും CPIയുടെ സമീപനം എന്നത്, ഏതറ്റം വരെ ആ പാർട്ടി പോകും ഇതിലെ എതിർപ്പുമായി എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. നാളെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. PM ശ്രീയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പ്രതികരണങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. PM ശ്രീയിൽ CPI എതിർപ്പിനെ കുറിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം ഏത് CPI അല്ലെങ്കിൽ എന്ത് CPI എന്നായിരുന്നു. വലിയ ചർച്ചയായിരുന്നു ആ പ്രതികരണം. ഒരിക്കൽ കൂടി ആ പ്രതികരണത്തിലേക്ക്. സംസ്ഥാന സർക്കാർ PM ശ്രീ പദ്ധതി നടപ്പാക്കില്ല എന്നായിരുന്നു ബിനോയ് വിശ്വം അതിന് മറുപടി പറഞ്ഞത്. അരാഷ്ട്രീയ പ്രതികരണമാണ് MV ഗോവിന്ദൻ നടത്തിയത് എന്നും ആ പ്രതികരണം ഞാൻ കേട്ടിട്ടില്ല, അത്തരമൊരു പ്രതികരണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അരാഷ്ട്രീയ പ്രതികരണം എന്നുമൊക്കെയായിരുന്നു ബിനോയ് വിശ്വം പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്ക്. അങ്ങനെ ഒന്നിനെ കേരള സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നില്ല. ബേബി ഖണ്ഡിതമായി പറഞ്ഞു NEP നടപ്പിലാക്കുന്ന പ്രശ്നമില്ല എന്ന്. അതേ കാഴ്ചപ്പാടാണ് ഈ വിഷയത്തിൽ CPIക്കുള്ളത്. CPIക്കും CPM-നുമെല്ലാം ഒരേ കാഴ്ചപ്പാടുള്ള ഒരു വിഷയമാണത്. ആ കാഴ്ചപ്പാട് NEP എന്ന് പറയുന്ന RSS അജണ്ട നടപ്പിലാക്കാൻ സാധ്യമല്ല എന്നാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ മുരാരി ബാബുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ 24-ന്. സ്വർണ്ണപ്പാളികൾ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത് മനഃപൂർവ്വമായിരുന്നു. 1998 തന്നെ പാളികൾ സ്വർണം പൂശിയതായി മുരാരി ബാബുവിന് വ്യക്തതയുണ്ടായിരുന്നു. തട്ടിപ്പിനായി ഉണ്ണികൃഷ്ണൻ പൊറ്റിക്കൊപ്പം ഗൂഢാലോചന നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശം. കോടതി സമയം പിന്നിട്ട് ഏറെ വൈകിയാണ് മുരാരി ബാബുവുമായി അന്വേഷണ സംഘം റാന്നി കോടതിയിലെത്തിയത്. ഇത്തവണയും അടച്ചിട്ട കോടതി മുറിക്കുള്ളിലാണ് ഈ കേസ് പരിഗണിച്ചത്. റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ സംഘം ഗുരുതര ആക്ഷേപങ്ങളാണ് മുരാരി ബാബുവിനെതിരെ ഉന്നയിക്കുന്നത്. ഈ സ്വർണ്ണപ്പാളികൾ ബോധപൂർവം ചെമ്പുപാളികളെന്ന് രേഖകളിൽ രേഖപ്പെടുത്തി. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്കൊപ്പം ചേർന്ന് ഗൂഢാലോചന നടത്തി. വിശ്വാസികളുടെ വികാരം ഉൾപ്പെടെ വ്രണപ്പെടുത്തിയെന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തൽക്കാലം മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങേണ്ട എന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാതിരുന്നത്. ഇതോടെയാണ് മുരാരി ബാബു 14 ദിവസം റിമാൻഡിൽ പോകേണ്ട സാഹചര്യമുണ്ടായത്. പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയായതിനു ശേഷം മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം നിലവിൽ ആലോചിക്കുന്നത്. ഇന്നലെ കസ്റ്റഡിയിലെടുത്തത് മുതൽ വിശദമായി 18 മണിക്കൂറിലധികം മുരാരി ബാബുവിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. എന്തായാലും കാര്യങ്ങൾ മുരാരി ബാബുവിൽ അവസാനിക്കില്ല എന്നാണ് പ്രതിപക്ഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ നടത്തുന്ന പ്രതികരണം. അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയി കോടീശ്വരന് വിറ്റ കേസ്, സ്വർണം കവർച്ച ചെയ്ത കേസിൽ ഈ ഗൂഢാലോചനയിൽ എല്ലാവരും പങ്കാളികളാണ്. അതുകൊണ്ട് വാസവൻ മന്ത്രി രാജിവെക്കണം. ഞാൻ പറയുന്നു, വീണ്ടും പറയുന്നു, ദേവസ്വം ബോർഡിനെ ചവിട്ടി പുറത്താക്കണം.
നിലവിൽ തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റുന്ന മുരാരി ബാബുവിനായി വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തെളിവെടുപ്പ് കൂടി പൂർത്തിയാവുന്ന മുറയ്ക്കായിരിക്കും ഈ കസ്റ്റഡി അപേക്ഷ. എന്തായാലും കോടതിയിൽ ഉൾപ്പെടെ മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനെതിരെ ഗുരുതര ആക്ഷേപങ്ങളാണ് SIT ഉന്നയിച്ചിരിക്കുന്നത്. കൂടുതൽ തട്ടിപ്പുകൾ മുരാരി ബാബു നടത്തിയിട്ടുണ്ടെന്ന നിഗമനത്തിലും അന്വേഷണ സംഘം എത്തുന്നുണ്ട്. A. വിജയശങ്കർ, 24, പത്തനംതിട്ട. കോഴിക്കോട് പേരാമ്പ്ര സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ഷാഫി പറമ്പിൽ MP. ക്രിമിനൽ പശ്ചാത്തലത്തിന്റെ പേരിൽ പിരിച്ചുവിട്ടെന്ന് സർക്കാർ അവകാശപ്പെട്ട CI അഭിലാഷ് ഡേവിഡാണ് തന്നെ മർദ്ദിച്ചത് എന്നാണ് ഷാഫിയുടെ ആരോപണം. പിരിച്ചുവിട്ടെന്ന് സർക്കാർ അവകാശപ്പെട്ട പലരും ഇപ്പോഴും സേനയിലുണ്ട് എന്ന 24 വാർത്ത ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. പേരാമ്പ്ര സംഘർഷവും തുടർന്ന് നടന്ന വിവാദങ്ങൾക്കും ശേഷം ഇതാദ്യമായാണ് ഷാഫി പറമ്പിൽ MP ഇന്ന് മാധ്യമങ്ങളെ കാണുന്നത്. കഴിഞ്ഞ ദിവസം ഉയർന്ന വിവാദങ്ങളിലൊക്കെ തന്നെ ഷാഫി പറമ്പിൽ ഇന്ന് അക്കമിട്ട് നിരത്തിയായിരുന്നു ഓരോന്നിനും ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പോലീസിനെതിരെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. പോലീസ് മനഃപൂർവ്വം കെട്ടിച്ചമച്ച് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ആക്രമണം നടത്തിയത്. കോൺഗ്രസുകാരും തന്നെ പോലീസിനെ ആക്രമിച്ചിട്ടില്ല, മറിച്ച് പോലീസ് പ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ ഇന്ന് ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമായിട്ട് ഷാഫി പറമ്പിൽ ഇന്ന് ഉയർത്തിക്കാണിച്ചത് 2023 ജനുവരി 19 ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാരെ സർക്കാർ പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 3 പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. അതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന CI. അദ്ദേഹം ഇന്ന് വടകരയിൽ ജോലി ചെയ്യുകയാണ്. അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ MP-യെ ആക്രമിച്ചത് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഷാഫി പറമ്പിൽ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥരെ വീണ്ടും സർവീസിൽ തിരികെ കയറ്റി CPM-ന് വേണ്ടി പണിയെടുപ്പിക്കുകയാണ് സർക്കാർ എന്നാണ് ഷാഫി പറമ്പിൽ ഇന്ന് ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം വിവരാവകാശ പ്രകാരം ഒരു വാർത്ത പുറത്തു നിങ്ങൾ കണ്ടു. പിരിച്ചുവിട്ട പോലീസുകാരുടെ ഡീറ്റെയിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ല എന്നുള്ള മറുപടിയാണ് വിവരാവകാശ പ്രകാരം കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ലാത്തതെന്ന് അറിയോ? പിരിച്ചുവിട്ടു എന്ന് മാധ്യമങ്ങളോട് പറയാ, പിരിച്ചുവിട്ടു എന്ന് നിയമസഭയിൽ പറയാ, വലിയ ശുദ്ധീകരണ കലശം നടത്തിയെന്ന് അവകാശവാദം ഉന്നയിക്കുക, എന്നിട്ട് രഹസ്യമായി അവരെ സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് CPM പറയുന്ന ഗുണ്ടാപ്പണിക്ക് അവരെ നിയോഗിക്കുക. CI അഭിലാഷ് ഡേവിഡ് എന്ന CPM-ന്റെ പോലീസ് ഗുണ്ടയാണ് ഈ പേരാമ്പ്രയിലെ അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം പോലീസിനെ കൂട്ടുപിടിച്ച് വഴിതിരിച്ചു വിടാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായതെന്നുള്ള മറ്റൊരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇന്ന് ഷാഫി പറമ്പിൽ MP ആരോപിച്ചിട്ടുള്ളത്. വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് UDF തീരുമാനം. ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ പ്രതിഷേധം കനപ്പിക്കും. കോഴിക്കോട് നിന്നും ഷഹദ് റഹ്മാൻ, 24. കോഴിക്കോട് കട്ടിപ്പാറയിലെ കോഴിമാലിന്യ സംസ്കരണ യൂണിറ്റിലെ സംഘർഷത്തിൽ രാഷ്ട്രീയ വാഗ്വാദം. അതിക്രമത്തിന് പിന്നിൽ SDPI ആണെന്ന് CPM ആരോപണത്തിലാണ് ചർച്ചകൾ. അതേസമയം സ്ഥാപനത്തിലെ ജീവനക്കാരൻ നൽകിയ പരാതിയിൽ ഒരു കേസ് കൂടി താമരശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്തു. സംഘർഷത്തിൽ 2 പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. കട്ടിപ്പാറയിലെ പ്രതിഷേധത്തിനിടെ SDPI പ്രവർത്തകർ നുഴഞ്ഞുകയറി കലാപം സൃഷ്ടിച്ചുവെന്ന ഗുരുതര ആരോപണമാണ് കഴിഞ്ഞ ദിവസം CPIM ഉന്നയിച്ചത്. ഇക്കാര്യം ജില്ലാ സെക്രട്ടറി M. മെഹബൂബ് ഇന്ന് ആവർത്തിച്ചു. ആഴ്ചകളോളം അവിടെ സമരം നടത്തിയ സമരക്കാർ കയ്യിൽ ഒരു ആയുധമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിട്ടല്ല പോയത്. ഇതെല്ലാം നടക്കണമെങ്കിൽ ഒരു നല്ല ഗൂഢാലോചനയും നല്ല ഒരു പ്രീ പ്ലാനിങ്ങും അതിന് പിറകിലുണ്ട്. വളരെ വ്യക്തമാണ് SDPIയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കൂട്ടം ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളാണ് ഈ പ്രവൃത്തി നടത്തിയിട്ടുള്ളത്. എന്നാൽ CPIM-ന്റെ ഈ ആരോപണം പൂർണ്ണമായി തള്ളുകയാണ് സമരസമിതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞുങ്ങളും ഉമ്മമാരും അമ്മമാരും വൃദ്ധന്മാരും ഒക്കെ ഉള്ള സമരത്തില് ഒരിക്കലും അക്രമത്തിലേക്ക് പോകാനുള്ള സമരമല്ലായിരുന്നത്. ജനാധിപത്യ രീതിയിലുള്ള സമരമാണ് ഞങ്ങൾ ചെയ്തത്. എന്നാൽ ഈ പ്രതിഷേധക്കാരെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആളുകളായി മാറ്റാനുള്ള ചാപ്പകുത്തലാണ് നടക്കുന്നതെന്ന് സ്ഥലം MLA കൂടിയായിട്ടുള്ള MK മുനീർ കുറ്റപ്പെടുത്തി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 8 കേസുകളാണ് നിലവിൽ പോലീസ് എടുത്തിട്ടുള്ളത്. 2 പേരെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇന്ന് പിടികൂടുകയും ചെയ്തു. 350-ൽ പരം ആളുകൾക്കെതിരെ കേസെടുത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ 2 പേരെ മാത്രമേ നിലവിലത്തെ സാഹചര്യത്തിൽ പിടികൂടാനായിട്ടുള്ളൂ. നാളെ കൂടുതൽ അറസ്റ്റ് അടക്കം ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് നിലവിൽ ലഭ്യമാകുന്നത്. ഇതിൽ 74 പേരെ ഇതിനോടകം തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ നാളെ ഇവരുടെ അടക്കം അറസ്റ്റ് ഉണ്ടാകാനും സാധ്യതയുണ്ട്.
ഇതിനിടെ DIG യതീഷ് ചന്ദ്ര, വയനാട് SP, കോഴിക്കോട് റൂറൽ ASP എന്നിവരുടെ നേതൃത്വത്തിൽ ഇതുവരെയുള്ള ഈ കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ താമരശ്ശേരിയിൽ യോഗം ചേർന്നു. വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചനയാണ് പോലീസ് നൽകുന്നത്. അനൂപ് പാലയ്ക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. കേരളത്തിൽ മദ്യോൽപാദനം വർദ്ധിപ്പിക്കണമെന്ന എക്സൈസ് മന്ത്രി MB രാജേഷിന്റെ പ്രസ്താവനയിൽ വിവാദം. പ്രാദേശിക എതിർപ്പുകൾ പരിഗണിക്കേണ്ടെന്നും മദ്യം വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാൻ കേരളത്തിന് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ പ്രതികരണം അപക്വവും ധാർഷ്ട്യം നിറഞ്ഞതുമെന്ന് കത്തോലിക്ക സഭയുടെ വിമർശനം. കേരളത്തിൽ മദ്യനിർമ്മാണം വർദ്ധിപ്പിക്കണമെന്ന എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷിന്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ വിമർശനവുമായി KCBCയും മദ്യവിരുദ്ധ സമിതിയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. KCBCയുടെ പ്രസ്താവനയിൽ മന്ത്രിക്കെതിരെ നിശിതമായ വിമർശനം തന്നെയാണ് നിലനിൽക്കുന്നത്. മന്ത്രിയുടെ പ്രസ്താവന ധാർഷ്ട്യം നിറഞ്ഞതെന്നും അപക്വമെന്നുമാണ് കത്തോലിക്ക സഭയുടെ വിമർശനം ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് ബ്രൂവറി കൊണ്ടുവരാമെന്ന സർക്കാരിൻ്റേത് വ്യാമോഹമായിട്ടുള്ള ഒരു ആശയം മാത്രമാണ് എന്ന് KCBC തുറന്നടിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലേക്ക് വിദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകൾ എത്തുന്നത് കേരള മദ്യം കുടിക്കുവാനല്ല എന്നും ഈ ഒരു പ്രസ്താവനയിൽ പറയുന്നു. യഥാർത്ഥത്തിൽ മന്ത്രിയുടെ ഒരു പ്രസ്താവന പൊതുചടങ്ങിൽ വെച്ച് ഉണ്ടാകുന്നത് തന്നെ പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്കെതിരെ അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ഗ്രാമസഭ ചേർന്ന് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചതാണ്. യഥാർത്ഥത്തിൽ മന്ത്രിയെ പ്രകോപിപ്പിച്ചതും ഈ ഒരു വിഷയം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത്. നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളുടെ പ്രത്യേകത കൊണ്ടും ചില യാഥാസ്ഥിതികത്വം മൂലവുമൊക്കെ ഇതിനെ ഒരു ഇൻഡസ്ട്രി എന്ന നിലയിൽ കാണുന്നതിന് ചില തടസ്സങ്ങൾ നിലനിൽക്കുകയാണ്. സംസ്ഥാനത്ത് വെളിയിൽ നിന്നടക്കം പല കമ്പനികളിലും കേരളത്തിലേക്ക് വരാൻ മടിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണമായി മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിന് ദീർഘവീക്ഷണമുള്ള ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു മദ്യനയം ഇല്ല എന്നതാണ്. മാറി മാറി വരുന്ന ഓരോ സർക്കാരുകളുടെയും മദ്യനയത്തെ ചൊല്ലിയുള്ള നിരന്തരമായിട്ടുള്ള രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ പൊതുസമൂഹത്തിൽ നിലനിൽക്കുമ്പോഴാണ് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഉണ്ടാകുന്നത്. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ ഒരു നടപടിക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാനുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കേണ്ടിയിരിക്കുന്നത്. പാലക്കാട് നിന്നും കൊച്ചിയിൽ നിന്നും ടീം 24. കേരള സ്കൂൾ കായികമേളയിൽ നിവേദ് കൃഷ്ണയും ആദിത്യ അജിയും വേഗതാരങ്ങൾ. 3.5 പതിറ്റാണ്ടിന്റെ അധികം പഴക്കമുള്ള 2 മീറ്റർ റെക്കോർഡുകളും 100 മീറ്ററിൽ തകർക്കപ്പെട്ടു. അത്ലറ്റിക്സിൽ പാലക്കാടിന്റെ ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരത്തിന്റെയും കുതിപ്പ് തുടരുകയാണ്. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ട്രാക്കിന് തീപിടിച്ച ദിനം. മേളയുടെ ഗ്ലാമർ ഇനമായ 100 മീറ്റർ മത്സരം ഉൾപ്പെടെ നടന്ന ദിവസത്തിൽ പാലക്കാടിന്റെ കുതിപ്പ് കണ്ടു. മത്സരത്തിന് തുടക്കമായിരിക്കുകയാണ്. അത്ലറ്റിക്സിലെ 10 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 5 സ്വർണവും 4 വെള്ളിയും 1 വെങ്കലവുമായി 38 പോയിന്റുമായി പാലക്കാട് ബഹുദൂരം മുന്നിൽ. രണ്ടാം സ്ഥാനത്തുള്ള കോഴിക്കോട് 2 സ്വർണവും 1 വെള്ളിയും ഉൾപ്പെടെ 13 പോയിന്റ്. നിവേദ് കൃഷ്ണയും ആദിത്യ അജിയും മേളയുടെ വേഗത്താരങ്ങളായി. 3.5 പതിറ്റാണ്ടിലധികം പഴക്കമുള്ള 2 മീറ്റർ റെക്കോർഡുകളും 100 മീറ്ററിൽ തിരുത്തപ്പെട്ടു. വളരെ സന്തോഷമുണ്ട്. പിന്നെ പ്രതീക്ഷ ടൈം കിട്ടിയില്ല, അതിൽ ചെറിയ വിഷമമുണ്ട്. എന്നാലും ഞാൻ എൻ്റെ ഇലക്ട്രോണിക് വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ബെസ്റ്റ് ടൈമാണ്. സന്തോഷമുണ്ട്, പക്ഷേ പറഞ്ഞ പോലെ തന്നെ റെക്കോർഡ് ഇടാൻ പറ്റിയില്ല. 10:7.0 എന്ന റെക്കോർഡ് 10:7.9 ക്ലോക്ക് ചെയ്തു. ബട്ട് ഒരു 6.5 റേഞ്ചിൽ എന്തായാലും ഓടാൻ പറ്റുമായിരുന്നു. ഗെയിംസിന്റെയും അക്വാട്ടിക്സിന്റെയും കരുത്തിൽ ഓവറോൾ പോരാട്ടത്തിൽ തിരുവനന്തപുരത്തിന് എതിരാളികളില്ല. 109 സ്വർണവുമായി തിരുവനന്തപുരം 967 പോയിന്റുകളുമായി ബഹുദൂരം മുന്നിൽ. ട്രാക്കിലും ഫീൽഡിലും നാളെയും വീറും വാശിയും നിറയും. 5 ദിവസങ്ങൾ കൂടി ബാക്കി നിൽക്കെ നാളെ മാത്രം നടക്കാനിരിക്കുന്നത് 25 ഫൈനലുകൾ. ടീം 24 തിരുവനന്തപുരം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.